നമസ്കാരം. വിറ്റമിനുകൾ, നാരുകൾ, ആന്റി ഓക്സിഡന്റുകൾ എന്നിവയാൽ സമ്പന്നമാണ് കിവി പഴം. ഭക്ഷണത്തിൽ കിവി ഉൾപ്പെടുത്തുന്നത് വിവിധ രോഗങ്ങളെ അകറ്റി നിർത്തുന്നതിന് സഹായിക്കുന്നതാണ്. കിവിയിൽ വിറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്. ഇത് രോഗപ്രതിരോധ സംവിധാനം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നതാണ്. കിവിയിൽ ലയിക്കുന്നതും ലയിക്കാത്തതുമായ നാരുകളാണ് അടങ്ങിയിട്ടുള്ളത്. ഇത് മലബന്ധം തടയുന്നതിലൂടെ ദഹനാരോഗ്യം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. കിവിയിൽ അടങ്ങിയിട്ടുള്ള നാരുകൾ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാനും ഹൃദ്രോഗ സാധ്യതകൾ കുറയ്ക്കാനും സഹായിക്കും. കിവി പഴത്തിലെ ഫൈബർ, പൊട്ടാസ്യം, വിറ്റമിൻ സി, പോളിഫെനോൾ പോലുള്ള ആന്റി ഓക്സിഡന്റുകൾ കൊളസ്ട്രോളിന്റെ അളവ് കുറയ്ക്കാനും ഹൃദ്രോഗ സാധ്യത കുറയ്ക്കാനും ആരോഗ്യകരമായ രക്തക്കുഴലുകളുടെ പ്രവർത്തനത്തെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നുണ്ട്. വിറ്റമിൻ സി, വിറ്റമിൻ ഇ, പോളിഫെനോൾ എന്നിവ ഉൾപ്പെടെ വിവിധ ആന്റി ഓക്സിഡന്റുകളാണ് കിവിയിൽ അടങ്ങിയിട്ടുള്ളത്. അവ സന്ധിവാതം, ആസ്മ തുടങ്ങിയവയ്ക്കുള്ള സാധ്യത കുറയ്ക്കാൻ സഹായിക്കുന്നവയാണ്. കിവിയിൽ ല്യൂട്ടിൻ, സിയാക്സാന്തിൻ എന്നിവ ധാരാളം അടങ്ങിയിട്ടുണ്ട്. പ്രായവുമായി ബന്ധപ്പെട്ട മാക്കുലർ ഡീജനറേഷൻ, തിമിരം എന്നിവയുടെ അപകട സാധ്യത കുറയ്ക്കുന്നതിനും കിവിപ്പഴം സഹായകമാണ്. കിവിയിലെ ഉയർന്ന വിറ്റമിൻ സി ആസ്മയുടെ ലക്ഷണങ്ങളെ ലഘൂകരിക്കുകയും ശ്വാസകോശത്തിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. കിവിയിൽ കലോറി കുറവാണ്, പക്ഷെ നാരുകളാണ് കൂടുതൽ. ഇത് വിശപ്പ് നിയന്ത്രിക്കാനും കലോറി ഉപഭോഗം കുറയ്ക്കാനും സഹായിക്കുന്നുണ്ട്. കിവിയിലെ വിറ്റാമിനുകൾ, ധാതുക്കൾ, ആന്റി ഓക്സിഡന്റുകൾ, ഫൈറ്റോ കെമിക്കലുകൾ എന്നിവ രോഗപ്രതിരോധ സംവിധാനത്തെ ശക്തിപ്പെടുത്തുന്നതിനും അണുബാധകളെ ചെറുക്കാനുള്ള ആരോഗ്യത്തിന്റെ കഴിവ് വർദ്ധിപ്പിക്കുന്നതിനും മൊത്തത്തിലുള്ള ആരോഗ്യം വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കും. കിവിയുടെ തൊലി കളഞ്ഞ ശേഷമാണ് പലരും കഴിക്കുന്നത്. ചിലരാകട്ടെ പകുതി മുറിച്ച ശേഷം സ്പൂൺ ഉപയോഗിച്ച് അകത്തെ ഭാഗം മാത്രം ചുരണ്ടിയെടുത്ത് കഴിക്കും. എന്നാൽ കിവി എപ്പോഴും തൊലി കളയാതെയാണ് കഴിക്കേണ്ടതെന്നാണ് വിദഗ്ധർ പറയുന്നത്. കിവി തൊലിയോടുകൂടി കഴിക്കുമ്പോൾ നാരുകളുടെ അളവ് 50% വർദ്ധിപ്പിക്കുമെന്നാണ് റിപ്പോർട്ട്. കൂടാതെ കിവിയുടെ തൊലി ഫോളേറ്റ് അളവ് 34% വർദ്ധിപ്പിക്കുകയും വിറ്റമിൻ ഇ വർദ്ധിപ്പിക്കുകയും ചെയ്യും. തൊലിയോട് കൂടി കിവി ആദ്യം കഴിക്കുമ്പോൾ ചിലപ്പോൾ ബുദ്ധിമുട്ട് തോന്നിയേക്കാം. എന്നാൽ അധിക കട്ടിയില്ലാത്ത തൊലിയുള്ള കിവി തിരഞ്ഞെടുക്കുന്നത് അധിക പോഷക ഗുണങ്ങൾ നേടാൻ സഹായിക്കും. കിവിയുടെ തൊലി കഴിക്കുമ്പോൾ ചിലർക്ക് ചൊറിച്ചിൽ അനുഭവപ്പെടാറുണ്ട്. പൂമ്പൊടിയോട് അലർജിയുള്ളവർക്ക് കിവി ചർമ്മത്തോടും അലർജി ഉണ്ടാക്കാം. അത്തരം പ്രശ്നമുള്ളവർ കിവി കഴിക്കുന്നതിന് മുമ്പ് തൊലി കളയുന്നതാണ് നല്ലത്. കിവി പഴത്തിൽ നല്ല അളവിൽ പ്രോട്ടിയോലൈറ്റിക് എൻസൈം ആക്ടിനിഡിൻ ഉണ്ട്. ഇത് പ്രോട്ടീനുകളുടെ ദഹനം മെച്ചപ്പെടുത്തുകയും ഭക്ഷണം ദഹിപ്പിക്കാൻ സഹായിക്കുകയും ചെയ്യും. ഇത് ദഹന വ്യവസ്ഥയുടെ പ്രവർത്തനം സുഗമമാക്കുന്നുണ്ട്. കിവി സെറോട്ടോണിന്റെ ഉറവിടമാണ്. അതുകൊണ്ട് തന്നെ നല്ല ഉറക്കത്തിനും സഹായിക്കും. കിവി കഴിക്കുന്നത് ഉറക്ക അസ്വസ്ഥതകളിൽ നിന്നും ആശ്വാസം നൽകുന്നതാണ്. കിവിയുടെ തൊലിയിൽ നല്ല ഉറക്കം ലഭിക്കുന്നതിനുള്ള ശക്തമായ ഘടകങ്ങളാണ് ഉള്ളത്. ഫോളേറ്റ്, മഗ്നീഷ്യം, വിറ്റമിൻ ഇ എന്നിവയെല്ലാം ഈ പഴത്തിലുണ്ട്. അസ്ഥികളുടെ ആരോഗ്യത്തിന് ഇവ നല്ലതാണ്. അസ്ഥിയിലെ ഓട്ടോഗ്രാഫിക് പ്രവർത്തനം പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ ബോൺ മാസ് വർദ്ധിപ്പിക്കുന്നതിൽ വിറ്റമിൻ കെയ്ക്ക് ഒരു പ്രധാന പങ്കുണ്ട്.